ഇണകൾ തമ്മിൽ പരസ്പരം സ്വാഭാവികമായും പലപ്പോഴും ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ എന്നും സുഖകരമായ ഒരവസ്ഥയൊന്നും നിലനിൽക്കണമെന്നില്ല. പലപ്പോഴും സ്വരച്ചേർച്ചയില്ലായ്മകൾ ഉണ്ടാകും. രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഒരാൾക്ക് പിടിക്കുന്നത് മറ്റേയാൾക്ക് പിടിച്ചുകൊള്ളണമെന്നില്ല. ഒരാൾക്ക് ഭൂഷണമായി തോന്നുന്നത് മറ്റേയാൾക്ക് അത്ര കൃത്യമായി തന്നെ അത് ഭൂഷണമായി തോന്നിക്കൊള്ളണമെന്നില്ല. അവിടെയൊക്കെ തന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ പലപ്പോഴും പറയാറുണ്ട്. പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ കാണാം, കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കളിൽ ഒരാൾ അഗ്നിയായി മാറുമ്പോൾ അവരിൽ ഒരാൾ വെള്ളമായി മാറണം എന്നാണ്. ഒരാൾ അഗ്നിയായി മാറുമ്പോൾ അതിനെ തണുപ്പിക്കുന്ന വെള്ളമായി മാറണം മറ്റൊരാളെന്നാണ്. ഇല്ലെങ്കിൽ അത് കത്തിപ്പടരും, ആ കുടുംബം നശിക്കും, ആ ജീവിതം തകരാറിലാകും. അതുകൊണ്ട് തന്നെ അവിടെ മൗനം പാലിക്കുന്നത് നമുക്ക് അശക്തിയല്ല. അവിടെ മൗനം പാലിക്കുന്നത് കുറഞ്ഞുകൊടുക്കലോ നമ്മുടെ ദുർബലതയോ ഒന്നുമല്ല. മറിച്ച് അത് നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ മാധുര്യം നൽകുന്ന വലിയ ഗുണമായി മാറുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.